പഞ്ചവർണ്ണ കുളിരേ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ? നെഞ്ചിലൂറും മധുരം തേൻ ചൂടും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടതുപോലെ തന്നെ ജാനിക്കുട്ടിയും പിങ്കിയും നാട്ടിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വിളിക്കാൻ പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇരിക്കുവാണ് കേട്ടോ. ഞാനും കിച്ചുവേട്ടനും ഒക്കെ റെഡിയായി. ഇനി ബാക്കിയുള്ളവർ ഇറങ്ങണം. വല്യച്ഛൻ്റെ മോനും കൂടി ഇവിടെ ഷൂ ഇടാനുള്ള തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ഇറങ്ങി. ഇതാ എന്നെ ഇപ്പം കാണുന്ന ഇത് തന്നെ കേട്ടോ. ഇനി എന്നെ കാണാനേ കിട്ടില്ല, കാരണം ഞാൻ വീഡിയോ മാത്രം എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി, മറന്നുപോയി. എന്നെ കാണിക്കാൻ ഞാൻ മറന്നുപോയി. എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ ഫീലിംഗ്, ബാക്കിയുള്ളവരുടെ ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്നെ മറന്നുപോയെന്ന് തന്നെ പറയാം. അങ്ങനെ ഇപ്പം ദാ വണ്ടി ഇന്ന് പോവാണ്. ഓ കഴിഞ്ഞു പെണ്ണുപിള്ള വരുന്ന പാർട്ടി. അങ്ങനെ ഇതാ തൊട്ടടുത്തുള്ള ഒരു കഫറ്റീരിയയിൽ കയറി ഞങ്ങൾ എല്ലാവരും കോഫി കുടിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല നൈറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്ഷീണമൊക്കെ കാണുമല്ലോ, വണ്ടി ഓടിക്കാനൊക്കെ ഉള്ള എനർജി എല്ലാവർക്കും വേണമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തി അത്യാവശ്യം കുറച്ച് താമസമാണ് സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും പടപടാ കിട്ടുന്നതൊക്കെ നമുക്ക് ഈ ഒരു കടയിൽ കിട്ടാറില്ല കേട്ടോ. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെ മാത്രമാണ് കിട്ടുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഓർഡറൊക്കെ ചെയ്തിട്ട് വണ്ടിയിൽ എല്ലാവരും കൂടെ ഇരുന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി കേട്ടോ നമ്മൾ കോഫി ഓർഡർ ചെയ്തപ്പോഴത്തേക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഷാർജ വരെ എത്തണം. ഷാർജ എയർപോർട്ടിലാണ് കേട്ടോ അവർ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവർ വന്ന് എന്തൊക്കെയോ ചോദിച്ചിട്ട് പോയി കേട്ടോ. അറബിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ പിന്നെ അതിനൊക്കെ മറുപടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു 10:45-11 മണി അടുപ്പിച്ച് നമുക്ക് എയർപോർട്ടിൽ എത്തണം കേട്ടോ. അതിനുള്ളിൽ അവർ ഇറങ്ങുമെന്നാണ് അച്ചുവേട്ടൻ പറഞ്ഞ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ വെയിറ്റിങ്ങിലാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ട്രാവൽ ഉണ്ട്. ഈ സമയത്തായതുകൊണ്ട് വലിയ ട്രാഫിക് ബ്ലോക്ക് കാണില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ചേട്ടനാണോ വല്യച്ഛനാണ്? എന്തൊക്കെയോ കഥ പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ആണല്ലേ നമ്മള്. ചെരുപ്പെടുക്കണ ആ പോട്ടെ ഷവർമാണോ? തലയിലൊക്കെ പൊടിയിലാണ്. ചേട്ടൻ പൈസ കൊടുത്തോളാം. ഞാൻ പറഞ്ഞ 15-ന്റെ ഇത് കഴിച്ചെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു. കാശക്കൊണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ പോകാൻ വേണ്ടിയിട്ട് അവൻ മാക്സിമം ചേട്ടനെ നന്നായിട്ട് സോപ്പിടുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവൻ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് ബാക്കിൽ തന്നെ ഇരുത്തുന്നുണ്ട്. ഫുഡ് വരാറായി. അപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മളെ ഈ സംസാരമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്താ വരാത്തേന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കുകയാണ് കേട്ടോ. അറബിയുമ്മൽ ആടിന്റെ അങ്ങനെയല്ല, നമുക്ക് അറബിക്കുമ്പോ വല്യച്ഛനെ അവൻ നന്നായിട്ട് പതപ്പിക്കുന്നുണ്ട്. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി നമ്മളെ ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ അങ്ങോട്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു 10-15 ആയി. അപ്പം തന്നെ അത്യാവശ്യം കുറച്ച് ടെൻഷനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ സമയത്തിന് എത്തുമോ, അതെ അവർ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം 10 മണി കഴിഞ്ഞിട്ടാണെങ്കിലും അത്യാവശ്യം റോഡിൽ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും വലിയ ബ്ലോക്കിൽ പെടാതെ ഞങ്ങൾ എയർപോർട്ടിൽ എത്താറായി കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ടുള്ള വഴിയിലാണ്. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ടോക്സൊക്കെ ഇങ്ങനെ വണ്ടിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ട് ഞാനങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ കുടിക്കുന്ന കോഫിയിലായിരുന്നു കേട്ടോ കൂടുതൽ ശ്രദ്ധ. ഞാൻ കോഫി ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആ എയർപോർട്ട് എത്താറായപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ഈ ഒരു ബ്രിഡ്ജ് കാണുമ്പോൾ എനിക്കറിയാം കേട്ടോ എയർപോർട്ട് എത്താറായെന്ന്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സ്ഥലങ്ങൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിന് ഒരു 2-3
മിനിറ്റ് കൂടി ആയപ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണാം എയർപോർട്ട് എത്തുന്നത്. അങ്ങനെ പിന്നെ അവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ പാർക്കിങ്ങിലൊക്കെ പോയി പാർക്ക് ചെയ്യണം കേട്ടോ. അതിന് ഒരുപാട് താമസമൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അകത്തോട്ട് പോകണം. അകത്തോട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം നല്ല ക്രൗഡ് ഉള്ള സ്ഥലത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പൊതുവേ കൂടുതലും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും കാണിക്കാൻ പറ്റുന്നത് ഞാൻ മാക്സിമം കാണിക്കാം കേട്ടോ വീഡിയോ. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഈ ഒരു സ്ഥലത്തൊന്നും അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ ഒരു സ്ക്രീനിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതൊക്കെ നോക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ നടക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമായപ്പോൾ കാശ് പെട്ടെന്ന് വാശിയാവും. അവൻ്റെ വിചാരമുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം അച്ചുവേട്ടൻ്റെ നാട്ടിലോട്ട് കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് നാട്ടിലോട്ട് അച്ചുവേട്ടൻ പോയപ്പോഴത്തേക്കും നമ്മളിവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവൻ്റെ വിചാരമുണ്ട് അച്ചുവേട്ടൻ പോവുകയാണ് എന്ന് വിചാരിച്ചപ്പോൾ അച്ചുവേട്ടനെ തന്നെ പിടിച്ചിങ്ങനെ കുറേ നേരമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, വിടത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ നാട്ടിൽ പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവനെ ഓരോവിധം എടുത്ത് കയ്യിലൊക്കെ നമ്മൾ പിടിച്ചിട്ട് അച്ചുവേട്ടൻ നേരെ അവരെ പിക്ക് ചെയ്യാൻ പോയി. ഇതാ ഇങ്ങനെ ഈ ഒരു ഇവിടെ കൂടെ നോക്കുമ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ നടന്ന് വരുന്നത് എനിക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ കണ്ടിട്ട് അവരുടെ അടുത്ത് പറയുന്നു. അവർ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവൾ ഇങ്ങോട്ട് നടന്ന് വരുന്നതൊക്കെ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ട് പുറകെ പോവാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ പുറകെ ഇവരാരെയും കണ്ടില്ല. പിന്നെ ഞാൻ അവരെ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ ചെയ്തിരുന്നത്. കാരണം കൊച്ചിനെ കണ്ട ഉടനെ എല്ലാവരും ആ ഒരു ഏരിയയിലോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിങ്കിനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതൊരു ആൻറ്റി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ലഗേജൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെ പെട്ടിയും നിരക്കിക്കൊണ്ട് ജാനി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അവൾക്കിങ്ങനെ ഓടി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പഞ്ചവർണ്ണക്കുളിരേ പാലാഴിക്കടവിൽ വരുമോ കൂടെ വരുമോ, നെഞ്ചിലോറും മധുരം തേൻ ചൂടും മൊഴിയിൽ തരുമോ പാടിത്തരുമോ, മുന്നാഴി മുത്തുണ്ട് പൂവന്തി പൊന്നുണ്ട് മുകിലാരം കാവിൽ പൂരം കാണാം, മാനുണ്ട് മയിലുണ്ട് മഞ്ചാടി പുഴയുണ്ട് മഴവില്ലിൻ കൂടാരത്തിൽ പോകാം. ജാനിയുടെ 3-4 മാസം ഉള്ളപ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവളെ കാണുന്നത്. കിച്ചുവേട്ടനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവളെ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്താ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനിയൊരു പരിപാടിയില്ല, വീട്ടിൽ ചെല്ലുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനലിലുള്ള വ്ളോഗൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം പുതിയ വ്ളോഗ്സുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കേട്ടോ കാണുന്നത്. അതെന്താ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ എൻ്റെ വീഡിയോ കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.